മാലിന്യ പ്രശ്നം എല്ലാ കാലത്തും ഒരു തലവേദനയാണ്. കൊച്ചിയിലെ കനാലുകളിലാകട്ടെ വലിയ രീതിയിൽ മാലിന്യം നിറയുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ട്. ശുചീകരണം നീക്കങ്ങളൊന്നും തന്നെ ഫലം കണ്ടിട്ടുമില്ല. ജനവാസ കേന്ദ്രങ്ങളിലടക്കം മാലിന്യ കൂമ്പാരമാണ്. തേവര കോയിത്തറ പാലത്തിന് മുന്നിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുകയാണ്. അർജുൻ, ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നിരുന്നു കൊച്ചിയിൽ മാലിന്യങ്ങൾ നീക്കുന്നതിനായി, ഒപ്പം കനാലുകളിലെ മാലിന്യമൊക്കെ മാറ്റുന്നതിന്, ഓടകളിലെ മാലിന്യമൊക്കെ നീക്കുന്നതിന്. പക്ഷേ അതൊന്നും പരിഹാരം കാണുന്നില്ല എന്നതാണോ തേവരയിലെ സ്ഥിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്? വിനീത, വർഷങ്ങൾക്കിപ്പുറം കൊച്ചിയിലെ നിരത്തുകളിൽ നിന്ന് കാര്യമായി തന്നെ മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. അത്തരത്തിൽ നിരത്തുകളിൽ മാലിന്യം ഇപ്പോൾ കാണാനില്ല. പക്ഷേ കനാലുകളിലെ സ്ഥിതി അങ്ങനെയല്ല. ഈ കൊച്ചിയിലെ കനാലുകൾ, ഈ കാണുന്നത് തേവര പേരണ്ടൂർ കനാലാണ്. ഈ കനാൽ നേരത്തെ ഒരു പുഴ പോലെ ഒഴുകിയിരുന്ന ആളുകളൊക്കെ തന്നെ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ജലാശയമാണ്. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന കൊച്ചിയിലെ എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം അടക്കം ഇപ്പോൾ ഇത്തരത്തിൽ ഈ കനാലുകളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ തവണ കോർപ്പറേഷൻ ഇത്തരം കനാലുകൾ ശുചീകരിച്ചാൽ പോലും പിന്നീട് വീണ്ടും മാലിന്യങ്ങൾ നിറയുന്ന സാഹചര്യമാണ്. ഈ കാണുന്നത് ഒരു പാലമാണ്. ആ പാലത്തിനോട് ചേർന്നൊക്കെ തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ, തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം ജലനിരപ്പ് ഉയരുകയും ഈ മാലിന്യങ്ങളടക്കം തൊട്ട് സമീപത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ എത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ചേട്ടാ, എങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണോ? മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു പൊങ്ങും. പിന്നെ ഇത് കുറേ നാളെ കുറച്ച് കഴിയുമ്പോൾ കോരിക്കളയും. പക്ഷേ വീണ്ടും കോരിക്കളഞ്ഞാലും വീണ്ടും നിറഞ്ഞു വരും. ഇത് പണ്ട് നേരത്തെ JCB പോലത്തെ ചെറിയ യന്ത്രം വെച്ചിട്ടൊക്കെ ഇത് കോരിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ മാലിന്യം എവിടുന്ന വന്നേന്നറിയാം. ഈ പരിസരത്തല്ല, അല്ലാണ്ട് പല സ്ഥലത്തു നിന്ന് ഒഴുകി വന്നുണ്ട്. ഇത് കുറച്ചാൾ കോരിയിട്ട് ഇരിക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ വീണ്ടും കുറച്ചാൾ കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. പരിസരത്തുള്ള ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. അതാണ് ഇപ്പോൾ അത്തരത്തിലാണ് വിനീത സാഹചര്യം. അതായത് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പലതരത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രഹ്മപുരത്തടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ അപ്പോഴും ഈ കനാലുകൾ ശുചീകരിക്കാൻ വേണ്ടി 4000 കോടിയുടെ പദ്ധതികളടക്കം നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ആ പദ്ധതികളൊന്നും തന്നെ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. മാറ്റങ്ങളൊന്നും കാണാതെ പോവുകയല്ല. ബ്രഹ്മപുരം ഒരു വലിയ ഉദാഹരണമാണ്. പലയിടങ്ങളിലും ഇത്തരത്തിൽ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതില്ലാത്ത ചിലയിടങ്ങൾ കൂടിയുണ്ട്. ഏതായാലും സർക്കാർ വലിയ പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളാൽ കഴിയുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അടിയന്തര പ്രാധാന്യം വേണ്ടുന്ന ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും